മക്കളെ, ഇതാ ജനുവരി മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ്. 4-ാം തീയതിയിലേക്ക് പ്രവേശിക്കുകയാണ്. നവവത്സരത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്. അത്ഭുത വെള്ളിയാഴ്ചയാണ്. ഇന്ന് വരെ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. തിരുരക്തം കൊണ്ട് ഓരോ പ്രാർത്ഥനകളും കഴുകി വിശുദ്ധീകരിച്ച് ഓരോ രാജ്യത്തിലിരുന്നും ഓരോ കുടുംബത്തിലിരുന്നും ഒറ്റയ്ക്കിരുന്നുമൊക്കെ ഈ വചനം ശ്രവിക്കുമ്പോൾ തന്നെ ഒരു വലിയ അഭിഷേകം നിന്റെ വീട്ടിലേക്ക് കർത്താവ് അയക്കും. ഇന്നിതാ കർത്താവ് തരുന്ന വചനം 1 തെസ്സലോനി 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. മക്കളെ, ഈ പുതുവർഷത്തിലെ 3 ആത്മീയ നങ്കൂരങ്ങൾ ശ്രദ്ധിക്കണേ. സന്തോഷം, പ്രാർത്ഥന, നന്ദി പ്രകടനം. ഇത് സ്വന്തമാക്കിയവർ ഈ വർഷം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. എന്താണ് 3 ആത്മീയ നങ്കൂരങ്ങൾ? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ചില കുട്ടികൾക്ക് പഠിക്കാൻ സന്തോഷമില്ല, ചില ജോലിക്കാർക്ക് ജോലിയിൽ സന്തോഷമില്ല, ചില സ്നേഹിതർക്ക് സ്നേഹിക്കുന്നതിൽ സന്തോഷമില്ല, ചില ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭക്ഷണത്തിൽ സന്തോഷമില്ല, വിനോദയാത്രയ്ക്ക് പോകുന്നവർക്ക് യാത്രകളിൽ സന്തോഷമില്ല. എന്താണ് സന്തോഷം കുറവുന്നതിന്റെ കാരണം? എന്റെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ആരെയാണ് നീ സന്തോഷിപ്പിക്കുന്നത്? ദൈവത്തെയാണോ പിശാചിനെയാണോ? ചിന്തിക്കണം. 2-ാമത്തെ ആത്മീയ നങ്കൂരത്തിൽ പ്രാർത്ഥനയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും ജീവിതത്തിൽ പലതിനും സമയമുണ്ട്, എന്നാൽ പ്രാർത്ഥിക്കാൻ മാത്രം സമയമില്ല. ഇത് ഭയങ്കര പിശാചിന്റെ കെട്ടാണ് കേട്ടോ. ഇത് കെട്ടാണ്. ചില തെറ്റായ ബോധ്യങ്ങൾ നൽകി പ്രാർത്ഥനയിൽ നിന്ന് നമ്മെ അകറ്റുന്നത് പിശാചിന്റെ തന്ത്രമാണ്. പ്രാർത്ഥന ഹൃദയഭാരങ്ങളെ മാറ്റും, വികാരങ്ങളെ എടുത്തു മാറ്റും, നല്ല വെളിച്ചം തരും. അതുപോലെ തന്നെയാണ് 3-ാമത്തെ ആത്മീയ നങ്കൂരമാണ് നന്ദി. നാം എത്ര കഷ്ടപ്പെട്ടാലും എത്ര അധ്വാനിച്ചാലും ഒരു നന്ദിയുടെ വാക്കോ ബഹുമാനമോ ലഭിച്ചെന്ന് വരികയില്ല. 100 നന്മകൾ ചെയ്തു കൊടുത്താലും ചെയ്തു കൊടുക്കാതെ പോയ ഒരു നന്മയെ കുറിച്ച് വഴക്ക് പറഞ്ഞ് പിറുപിറുക്കുന്നവരാണ് ധാരാളം മനുഷ്യർ. മകളെ, മറക്കരുത്. സന്തോഷം, പ്രാർത്ഥന, നന്ദി, ഇത് നിന്റെ അധരത്തിലും ഹൃദയത്തിലും ഒരു കടലാസ് എടുത്ത് എഴുതി വെക്കുക. 5000-ഓളം വരുന്ന അഭിമന്യ പിതാക്കന്മാരോട് ചേർന്ന് 5.5 ലക്ഷം വൈദികരുടെ കൂട്ടായ്മയോട് ചേർന്ന് ഈ പ്രാർത്ഥന 1 മിനിറ്റ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സർവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പാതിരെ പിയോ, വിശുദ്ധ വിയാനി പുണ്യവാനെ, വിശുദ്ധ ചാവറ പിതാവെ, ഞങ്ങളുടെ പേരിന്റെ പുണ്യവാന്മാരെ, പുണ്യവതികളെ, ആത്മീയ നങ്കൂരങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ വരം തരണമേ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും പരിമളവും ഈ പ്രയർ ലൈൻ ഷെയർ ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സർവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.